Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഫേമസ് എന്ന് പറയുമ്പോൾ കോയമ്പത്തൂരും പാലക്കാട്ടിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാളനാണ്. കാളൻ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ സദ്യയിലെ കാളനൊന്നുമല്ല. ഇത് നമ്മുടെ റോഡ് സൈഡ് കാളനാണ്. കാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂമിന് തമിഴിൽ പറയുന്നത് തന്നെയാണ്. നമ്മളിൽ പലർക്കെങ്കിലും സ്ട്രീറ്റ് ഫുഡ് വളരെയധികം പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ അതിന് ഹൈജീൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്കൊന്ന് രണ്ടാമത് ആലോചിക്കേണ്ടി വരും. പക്ഷെ അതേ ടേസ്റ്റിലും കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ ചെയ്തുകൂടാം. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി കൊടുത്താൽ ഞാൻ ഇടുന്ന ഇതുപോലെ ഈസിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. നമ്മുടെ ഇൻഡോ ചൈനീസ് റോഡ് സൈഡ് കാളന്റെ പ്രധാന താരം മഷ്റൂം തന്നെയാണ്. അതേ മഷ്റൂം ഞാനൊരു 100 ഗ്രാം എടുത്തിട്ട് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 കപ്പ് ക്യാബേജ് വേണം. സാധാരണ നമ്മുടെ തട്ടുകടയിലോ അല്ലെങ്കിൽ ചാട്ട് സെൻറ്ററിൽ ഈ ക്യാബേജ് ആയിരിക്കും കൂടുതൽ അവർ തട്ടുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മുടെ താരത്തിൻ്റെ വില കുറച്ച് കൂടുതൽ തന്നെയാണ്. അതിൻ്റെ പേരിൽ അവർ ക്യാബേജ് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത് രണ്ടും ഏകദേശം ഒരു സമ അളവിൽ എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ 2 നിന്ന് 3 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ മൈദയെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് പോരാൻ തോന്നിക്കാൻ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കൊന്നും ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ കടയിലൊക്കെ കളറും കൂടി ചേർക്കും. പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു റെസിപ്പിയിൽ കളർ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ വെള്ളം ഇടേണ്ട ഒട്ടും തന്നെ ആവശ്യമില്ല. നമ്മൾ നല്ലപോലെ ഞെരട്ടി നല്ല പ്രസ് ചെയ്ത് കുഴയ്ക്കുമ്പോഴേക്കും തന്നെ ഈ മഷ്റൂംസിൽ ക്യാബേജിലുള്ള വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ അത് തന്നെ ധാരാളമായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ചില മഷ്റൂംസ് ഒക്കെ വെള്ളം കുറവായിരിക്കും ഉള്ളത്. ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചില മഷ്റൂംസിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിലുള്ള മഷ്റൂമിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയിലും ചേർത്ത് കൊടുക്കുക. എന്തായാലും നമ്മുടെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ കൂടാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ബാറ്ററിൻ്റെ പാകത്തിൽ കിട്ടത്തുമില്ല. എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ അധികം കുടിക്കുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, മഷ്റൂം നല്ല ക്ലീൻ ചെയ്ത മഷ്റൂം ആയിരിക്കണം. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന മഷ്റൂം റെസിപ്പീസിൽ എങ്ങനെ ക്ലീൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഇത് എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് വറുത്ത് പൊരിച്ചെടുക്കുന്ന സാധനങ്ങളായാലും ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വേണം വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് മീഡിയത്തിലേക്ക് കൊണ്ടുപോയി പൊരിച്ചെടുക്കാം. എന്നാൽ എടുക്കുന്ന സമയം ഹൈയിലും ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എണ്ണ കുടിക്കും. ഓൾറെഡി ഇതൊരു എണ്ണ പലഹാരമാണ്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ അംശം എന്തായാലും വറുത്ത് കോരുന്ന സമയത്തുണ്ടാവും. ഇത് കൂടാണ്ട് എണ്ണ വലിച്ചെടുക്കരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇനി ഇത് വറുത്ത് കോരിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പണിയാനുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിത് വറുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ടാണ്. അത് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് വിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മളിത് വറുത്ത് കോരിയതിന് ശേഷം തമ്മിൽ വിടിപ്പിച്ചെടുക്കാനേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൊണ്ട് അടുത്ത ബാച്ചുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു പീസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ കലക്കി ഒരു പേസ്റ്റ് രൂപത്തിൽ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിനൊരു ഗ്രേവി നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ, അതായത് ആദ്യം വറുത്ത് കോരിയ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് കുറച്ച് കരിവേപ്പില, ഒരു പച്ചമുളക്, എരിവൊക്കെ
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കാന്ന് വെച്ച് ചെയ്യാം. ഇനി ഇത് രണ്ടും ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഞാനിവിടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചവാസന ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ആവശ്യം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ആ പൊടികളുടെ പച്ചവാസന ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാവും. ഇപ്പൊ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് ഇത് മാറാൻ തുടങ്ങും. ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന സോസിൽ ഓൾറെഡി ഉപ്പിന്റെ അംശം ഉണ്ടാവല്ലോ. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഗ്രേവി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ തട്ടുകടയിലൊക്കെ കഴിക്കുമ്പോൾ ഇതിലേക്ക് അജിനോമോട്ടോ കൂടി ചേർക്കും. നമ്മൾ ഈ റെസിപ്പിയിൽ അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അതൊന്നും ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കാളൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കൊത്തി വിട്ടാൽ മതി. കൊത്തി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി സാധാരണ നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് കാളൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കൊത്തി അരിഞ്ഞിച്ചിരിക്കുന്ന സവാളയും കുറച്ച് മല്ലിയിലയും കുറച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സും കൂടി ചേർത്തതിന് സംഭവം റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ, ഇതൊരു നാടൻ ടച്ചുള്ള എന്നാൽ ചൈനീസിന്റെ സ്റ്റൈലുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെ ഈസിയും സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് ഒന്ന് ചേരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.